കേരള നിയമസഭയിൽ വർഷങ്ങളോളം MLA ആയിരുന്ന എൻ്റെ പിതാവും അതുപോലെ തന്നെ ശ്രീമാൻ ഉമ്മൻചാണ്ടി, A K ആന്റണി, ഇവർക്കൊന്നും തന്നെ നിയോജകമണ്ഡലങ്ങളിൽ ഓഫീസുകൾ ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് MLA മാർക്ക് സ്വന്തം കാറില്ലാത്ത MLA മാർ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു. ഇന്നൊരു MLA ആകുമ്പോൾ ഒരു ഓഫീസ് നിർബന്ധമാണ്. അപ്പം ഞാൻ മന്ത്രിയാണെങ്കിൽ പോലും എൻ്റെ നിയോജകമണ്ഡലത്തിൽ, ഞാൻ പറയുന്ന സിറ്റിയിലാണ് എൻ്റെ നിയോജകമണ്ഡലം, അവിടെയും ഒരു ഓഫീസ്, MLA ഓഫീസ് അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ പിന്നെ MLA ആയതുകൊണ്ട് MLA ക്വാർട്ടേഴ്സിൽ മുറി ഉണ്ടായിരുന്നു. ഇപ്പം മന്ത്രി ആയതുകൊണ്ട് മന്ത്രിയുടെ ഒരു ബംഗ്ലാവ് കിട്ടുന്നതുകൊണ്ട് MLA ക്വാർട്ടേഴ്സിൽ മുറിയില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം ഒരു ചെറിയൊരു കെട്ടിടം. പാറയ്ക്കലിൻ്റെ ഓഫീസൊക്കെ നോക്കുമ്പോൾ എൻ്റെ ഓഫീസ് വളരെ ഇടുങ്ങിയ മുറിയാണ്. പക്ഷെ അവിടെ നഗരത്തിൽ അത് മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഈ ഓഫീസ് എന്ന് പറയുമ്പോൾ ഈ നിയോജകമണ്ഡലത്തിലുള്ള എല്ലാവരുടെയും ഒരു പൊതുസ്വത്താണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് തെരഞ്ഞെടുപ്പ് മത്സരമെങ്കിലും വിജയിച്ചു കഴിയുന്നവർ ആ നിയോജകമണ്ഡലത്തിൽ മൊത്തത്തിലുള്ള ജനപ്രതിനിധിയാണ്. അങ്ങനെ പ്രവർത്തിച്ചവർക്ക് വീണ്ടും ജനങ്ങളുടെ അംഗീകാരം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം ഞാൻ നിയമസഭയിൽ ഇപ്പോൾ വീണ്ടും ഞാൻ തിരിച്ചു വരുമ്പോൾ, ഞാൻ ആ നിയോജകമണ്ഡലത്തിൽ മാറിയതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലൊന്നും UDF ജയിച്ചിരുന്നില്ല. വീണ്ടും ഞാൻ അവിടെ ചെന്ന് വിജയിക്കാൻ കാരണം ആ നിയോജകമണ്ഡലമായിട്ട് അന്നും ഇന്നുമുള്ള ബന്ധം. അവിടെയൊക്കെ എല്ലാ മരണ വീടുകളും ഇവിടുത്തെ കുറ്റിയാടി പോലെയല്ല എൻ്റെ നിയോജകമണ്ഡലം. വളരെ എളുപ്പമാണ്. കോർപ്പറേഷൻ്റെ 25 വാർഡേ ഉള്ളൂ. ഒരു സൈക്കിളിൽ 1 മണിക്കൂർ കൊണ്ട് കറങ്ങി വരാം. നാദാപുരത്തു നിന്ന് കുറ്റിയാടി എത്തുന്ന നേരം കൊണ്ട് വട്ടിയൂർക്കാവ് ഞാൻ 3 റൗണ്ട് പ്രദക്ഷിണം വെച്ച് കഴിയും. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും എത്താൻ കഴിയും, എല്ലാവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ കഴിയും. ആ ബന്ധമാണ് വീണ്ടും ഒരു 7 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും അവിടെ ജനപ്രതിനിധിയാവാൻ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, ഇത്തവണയും വല്ലതും സംഭവിച്ചാൽ എന്ത് പറ്റും? ഞാൻ ഇനിയും സംഭവിച്ചാൽ വീട്ടിൽ പോയിരിക്കും. ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ പണി നിർത്തുന്നതാണെന്നല്ല. കാരണം എനിക്ക് അവിടെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് ഓരോ വീടുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഞാൻ പറയുന്നത്, ഒരു ജനപ്രതിനിധി ഏത് പാർട്ടിയിൽപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും ജനങ്ങളുമായി ബന്ധമുണ്ടെങ്കിൽ അവർക്ക് ഏത് ട്രെൻഡിലും വിജയിക്കാൻ കഴിയും. ഇപ്പോൾ നിയമസഭയിൽ UDF-ന് ഞാനും പാറയ്ക്കൽ ഉൾപ്പെടെ 102 MLA-മാരുണ്ട്. എന്നാൽ നിയമസഭയിൽ 35 MLA-മാർ LDF-നും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ 35 പേരെ എങ്ങനെ ജയിച്ചു വന്നു ഈ ട്രെൻഡിലും? അവർക്ക് അവരുടെ നിയോജകമണ്ഡലത്തിൽ ബന്ധമുണ്ടായിരുന്നു. ആ കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിയോജകമണ്ഡലത്തിലെ MLA-യും ജനപ്രതിനിധികളുമായിട്ടുള്ളൊരു പാലമാണ് ഒരു MLA-യുടെ ഓഫീസ് എന്ന് പറയുന്നത്. ഇത് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പാറയ്ക്കലിന് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മന്ത്രി എന്നുള്ള നിലയിൽ, നിങ്ങളുടെ പഴയ MP എന്നുള്ള നിലയിൽ ഇവിടെയുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം എല്ലാ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞാൻ വന്നതിന് ശേഷം അധികം ഉദ്യോഗസ്ഥന്മാരൊന്നും ഞാൻ സ്ഥലം മാറ്റിയിട്ടില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വെച്ച ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ സിസ്റ്റത്തിനോട് മാറാൻ മടിയില്ലാത്ത ചില ആളുകളെ ഒന്ന് കസാല മാറ്റിയിരുത്തുമെന്ന് മാത്രം. അതല്ലാതെ അങ്ങനെ 1-2 പേരെ കസാല മാറ്റിയിരുത്തി അതിനെ ഹൈക്കോടതി വരെ അംഗീകരിക്കുകയും ചെയ്തു. പാറയ്ക്കലിന് അറിയാം അതിൻ്റെ പേരിൽ അസംബ്ലിയിൽ ഉണ്ടായ ബഹളങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവിടെ ഇപ്പോൾ ഒരു തുടക്കം എന്നൊരു പദ്ധതി അവിടെ ഞങ്ങൾ ആരംഭിച്ചു. അതായത് സർക്കാർ ആശുപത്രികൾ ക്ലീനാക്കുന്നതിൻ്റെ ഭാഗമായി മെഡിക്കൽ കോളേജുകൾ വൃത്തിയുള്ളതാക്കുക. കാരണം സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ ഇൻഫെക്ഷൻ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് അവിടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്ത് അവിടെ ശുദ്ധീകരിക്കാൻ തുടക്കം എന്നൊരു പദ്ധതി ഇട്ടു. അപ്പോൾ ഞാൻ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫിനോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഏത് സമയത്താണ് ഇവിടെ ജോയിൻ ചെയ്തതെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനതൊന്നും നോക്കുന്നില്ല. ഇവിടെ നിങ്ങൾ വൃത്തിയാക്കി ഈ ആശുപത്രി വൃത്തിയോടെ സൂക്ഷിച്ചാൽ നിങ്ങളെ ഞാനും സംരക്ഷിക്കുന്നു. അതോടുകൂടെ ക്ലീനിങ് സ്റ്റാഫ് വളരെ നന്നായി ജോലി ചെയ്ത് ടൺ കണക്കിന് മാലിന്യങ്ങളാണ് അവിടെ നിന്ന് നീക്കം ചെയ്തത്. അതുപോലെ നമുക്കറിയാം, ഇത്തവണ നിപ വന്ന് തല കാണിച്ചു പോയി. അതിനെന്തുകൊണ്ടാണ് നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞത്? അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞതിൻ്റെ കാരണം ഡോക്ടർമാരും സ്റ്റാഫും ഒരു മനസ്സോടെ പ്രവർത്തിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ രോഗീനെ, നിപ ബാധിച്ച രോഗീനെ കഴിഞ്ഞ മാസം 10-ാം തീയതി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുമ്പോൾ ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, സാർ ഇത് പടരാതെ നമുക്ക് സൂക്ഷിക്കാം, പക്ഷേ ഈ രോഗി രക്ഷപ്പെടില്ല. 24 മണിക്കൂർ ഇയാൾ സർവേ ചെയ്യില്ല. പക്ഷേ കഴിഞ്ഞ ഏതാണ്ട് 1 മാസവും 5 ദിവസമായി അദ്ദേഹം ആശുപത്രിയിൽ വലിയ കുഴപ്പം കൂടാണ്ട് കഴിയാണ്. അദ്ദേഹത്തിൻ്റെ രോഗം നെഗറ്റീവായി.
പക്ഷെ അത് ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും അദ്ദേഹത്തിന് പുറത്ത് കിടക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നിപ എന്നുള്ള ആ രോഗം അദ്ദേഹത്തിന് നെഗറ്റീവായി. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ രോഗമില്ല. അവിടെയുള്ള ഏതാണ്ട് 100ഓളം പരിശോധനകൾ നടത്തിയപ്പോൾ എല്ലാം നെഗറ്റീവാണ്. എന്നാൽ മഴക്കാല പൂർവ്വകാല ശുചീകരണങ്ങൾ കാര്യമായി ഇത്തവണ നടന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പൊ പഞ്ചായത്തിലൊക്കെ വന്ന പുതിയ പ്രസിഡന്റുമാരൊക്കെ നിങ്ങൾ കുറെ പുതിയ ആൾക്കാരാണ്, പഴയ ആൾക്കാരുടെ എണ്ണം കുറവാണ്. അങ്ങനെ വന്ന് നിങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വരുമ്പോഴേക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഫെബ്രുവരി മാസം മുതൽ ആരംഭിക്കേണ്ടിയിരുന്ന മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളിൽ നമുക്ക് വീഴ്ച പറ്റി. അതുകൊണ്ട് തന്നെ അല്പ പകർച്ചവ്യാധികൾ കൺട്രോൾ ഇല്ലാതെ പോയി. പക്ഷേ അതിനെ പരമാവധി നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കണക്കൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു എത്ര പേർക്ക് രോഗം ബാധിച്ചു, എത്ര മരണം ഉണ്ടായി. നിങ്ങളത് മറച്ചു വയ്ക്കേണ്ട ഒരു കാര്യമില്ല. അത് ആരോഗ്യവകുപ്പിന്റെ വെബ്സൈറ്റിൽ ഇടാൻ പറഞ്ഞു. ഇപ്പൊ പത്രത്തിൽ അതിന്റെ വാർത്ത വരുന്നുണ്ടല്ലോ. കാരണം ഒന്നുമില്ല, ഒക്കെ ഭംഗിയാണെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു വിജിലന്റ് ആവില്ല, അവർ പിന്നെ പരിസരം വൃത്തിയാക്കില്ല. നേരെ മറിച്ച് ഇത് അപകടമായിട്ടുള്ള രോഗം നിങ്ങളുടെ മുമ്പിലുണ്ട്, ഇത് നിങ്ങളെയും കൊണ്ട് പോകും എന്നൊരു വാണിംഗ് കൊടുക്കുമ്പോൾ അവർ വിജിലന്റ് ആവും. ഇപ്പോൾ ഞങ്ങൾ 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കാൻ പറഞ്ഞു. വെള്ളിയാഴ്ച വിദ്യാലയങ്ങളിൽ ഡ്രൈ ഡേ, അതായത് അവിടെയുള്ള മറ്റേ പരിസരങ്ങൾ വൃത്തിയാക്കുക, വെള്ളം കെട്ടിക്കിടക്കുന്നത് തുറന്നു വിടുക. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ സർക്കാർ ഓഫീസുകളിൽ ഡ്രൈ ഡേ, ഞായറാഴ്ച സ്വന്തം വീട്ടിൽ ഡ്രൈ ഡേ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങി ഡ്രൈ ഡേ പരിപാടികൾ, വീട് വൃത്തിയാക്കിയ എന്ന പ്രവർത്തിക്കാം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, നല്ല മഴ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും രോഗം പടരാനുള്ള സാധ്യതകൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. അതുകൊണ്ട് പഞ്ചായത്ത് അംഗങ്ങളും കൂടെ നല്ലപോലെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാർഡിൽ നിങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ബോധ്യപ്പെടണം. മാത്രമല്ല കിണറുകൾ പരിശോധിക്കണം. കിണറിലെ ബാക്ടീരിയയാണ് ഷിഗല്ല ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ 21 കുട്ടികൾ ഷിഗല്ല ബാധിച്ചു. ഞാൻ അവിടെ പോയി, ആ വിദ്യാലയത്തിൽ ചെന്നപ്പോൾ അവസ്ഥ എന്താ അറിയോ? വെള്ളത്തിൽ മുഴുവൻ ബാക്ടീരിയ, കിണറിലെ വെള്ളത്തിൽ. അപ്പൊ അത് കിണറുകൾ ശുദ്ധമാക്കുക, ക്ലോറിനൈസ് ചെയ്യുക, ക്ലോറിൻ ഉപയോഗിക്കുക. ചിലർക്ക് ക്ലോറിന്റെ സ്മെല്ലൊന്നും പിടിക്കില്ല, പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. ഷിഗല്ല വരുന്നതിനേക്കാളും ഭേദ. കുറച്ച് ചവർപ്പുണ്ടാവും ചിലപ്പോൾ ക്ലോറിൻ വരുന്ന വെള്ളം കുടിക്കുമ്പോൾ, പക്ഷെ സേഫാണ്. അപ്പോൾ ക്ലോറിനൈസ് ചെയ്യാൻ ആരോഗ്യവകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിനോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ പരിശോധനകൾ ഒന്നും കൂടെ ശക്തമാക്കണം. ആരും ദ്രോഹിക്കാൻ പോകരുത്. പക്ഷേ ഹോട്ടലുകളിൽ തിളപ്പിച്ചാറ്റിയ വെള്ളമാണോ കൊടുക്കുന്നത്? തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ഷിഗല്ല പടരില്ല, വെള്ളം തിളപ്പിക്കണം. ഇപ്പം ചില ഹോട്ടലുകാർ പറഞ്ഞു ഗ്യാസ് കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഗ്യാസ് ഉണ്ടോ ഇല്ല എന്നുള്ള, ഗ്യാസ് ഉള്ള കാലത്തൊന്നും നിങ്ങൾ തിളപ്പിക്കാറില്ല. പക്ഷെ അവർ സഹകരിക്കാമെന്ന്, പൂർണ്ണമായിട്ട് സഹകരിക്കാമെന്ന് പറഞ്ഞു. അത് തട്ടുകടകൾ പരിശോധിക്കാൻ പറഞ്ഞു. വൃത്തിഹീനമായ തട്ടുകടകൾ നീക്കം ചെയ്യാൻ പറഞ്ഞു. അപ്പം അതൊക്കെ കാരണം ഒരു പരിധി വരെ, ഞാൻ ഇപ്പോഴും അതാ പറയുന്നത്, ഞാൻ പറഞ്ഞ എല്ലാം ശുഭകരെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഒരു പരിധി വരെ പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇനി ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. കാരണം നിങ്ങൾ ശുചീകരിച്ച് വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യവകുപ്പിന് ആരോഗ്യം നിലനിർത്താൻ കഴിയൂ. ഇത് ആരോഗ്യവകുപ്പ് മാത്രം വിചാരിച്ചാൽ പോരാ, കുറ്റവസാനം ആരോഗ്യവകുപ്പിന്റെ തലയിലാ വരിക. പരിസരം വൃത്തിയാക്കേണ്ടത് ആരാ? ശുചീകരണ തൊഴിലാളികൾ. ശുചീകരണ തൊഴിലാളി ആരുടെ കീഴിലാണ്? പഞ്ചായത്തുകളുടെ കീഴിൽ. അതുപോലെ തന്നെ ജലവിഭവ വകുപ്പ് വെള്ളത്തിന്റെ മേന്മ പരിശോധിക്കേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്, അത് അവർ ചെയ്യണം. അപ്പൊ ഇങ്ങനെ വിവിധ തട്ടുകളുണ്ട്. ഇങ്ങനെയുള്ള വകുപ്പുകളുടെ, അതുപോലെ ഫുഡ് ആൻഡ് സേഫ്റ്റി, അത് ആ വകുപ്പ് ഞാൻ തന്നെയാണ് ഇപ്പൊ കൈകാര്യം ചെയ്തത്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വകുപ്പുകളുടെ ഏകീകരണത്തോടുകൂടെ നമുക്ക് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയണം. അങ്ങനെ പ്രതിരോധിക്കാൻ മറ്റേ സർക്കാർ വകുപ്പിലൊക്കെ പരമാവധി സർക്കാർ ആശുപത്രികളിലൊക്കെ ഡോക്ടർമാരെ വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറേ ഇടത്തൊക്കെ പഴയ പാറ്റേൺ ആണ്, സ്റ്റാഫ് പാറ്റേൺ ആണ്, അതൊക്കെ ഒന്ന് മാറ്റാൻ നോക്കുന്നുണ്ട്. PSCയോട് പറഞ്ഞിട്ടുണ്ട്. ഒഴിവുകൾ ഇന്ന് ഒഴിവുകളുണ്ട്, അതിലേക്ക് റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് സെലക്ഷൻ നടത്തും. ഇനി PSCയുടെ റാങ്ക് ലിസ്റ്റ് കാലതാമസം ഉണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളെ കൊണ്ട് ആളുകളെ പകരം പോസ്റ്റ് വയ്ക്കും. ഒരിടത്തും കഴിയുന്ന ഡെയിലി വേജസുകാരെ വെക്കേണ്ടെന്നാണ് തീരുമാനം. അങ്ങനെ വരുമ്പോൾ ഒക്കെ പാർട്ടിയിൽ പെട്ടതൊക്കെ ചില പ്രയാസങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് വകുപ്പ് ഒരു കുഴപ്പം കൂടാതെ കൊണ്ടുപോകണമെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും? ഇല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് അനാരോഗ്യ വകുപ്പാവും. അതിൻ്റെ ദോഷം വകുപ്പ് മന്ത്രിക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധിക്കും. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വകുപ്പാണ്. ഞാനിപ്പോൾ ഇത്തവണ അസംബ്ലിയിൽ നോക്കിയപ്പോൾ എല്ലാ വകുപ്പിൻ്റെയും മുൻ മന്ത്രിമാർ 2 ഭാഗത്തും അസംബ്ലിയിലുണ്ട്. മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് സഭയിലുണ്ട്.
പഴയ റവന്യൂ മന്ത്രിമാർ സഭയിലുണ്ട്, പഴയ പൊതുമരാമത്ത് മന്ത്രിമാർ സഭയിലുണ്ട്. ഞാൻ നോക്കിയപ്പോൾ മുൻ ആരോഗ്യമന്ത്രിമാരാരും സഭയിലില്ല. അപ്പം അതിൻ്റെ അർത്ഥം നന്നായിട്ട് ഈ വകുപ്പ് സൂക്ഷിക്കണം എന്നാണ് അത് നൽകുന്ന സൂചന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ സ്ട്രിക്റ്റ് ആയി. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇത്തവണ ഈ ജനറൽ ട്രാൻസ്ഫർ നടന്നു ഡോക്ടർമാരുടെ. ഞാൻ ഇടപെട്ടില്ല. ഞാൻ ഇടപെട്ടാൽ ചീത്തപ്പേരുണ്ടാവും. 1400 ട്രാൻസ്ഫർ നടന്നിട്ട് ഒരു ആക്ഷേപം പോലും പത്രത്തിൽ കണ്ടില്ല. എന്നാൽ ചില ജെനുവിൻ കേസുകളുണ്ട്, അത് ചെയ്യാം, അതിന് വകുപ്പുണ്ട്. അതിന് മറ്റൊന്നും നോക്കണ്ട, രാഷ്ട്രീയം നോക്കണ്ട. ചില കേസുകൾ ചിലരുടെ വീട്ടിലെ അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മക്കൾക്ക് ഓട്ടിസം ബാധിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ട്, നമുക്ക് ചെയ്യാം ഇത് കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ പറയും ഇതുവരെ ഇടപെട്ടില്ല, എന്നാൽ അത്യാവശ്യം വേണ്ട കേസുകൾ അത് നമുക്ക് ചെയ്യാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, 3 ജില്ലകളാണ് ഇപ്പോൾ ഏറ്റവും പ്രയാസം: വയനാട്, ഇടുക്കി, കാസർഗോഡ്. ഈ 3 ജില്ലകളിലേക്കും വെച്ചാൽ ഒരു ഡോക്ടർ പോലും പോകുന്നില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലർ പറഞ്ഞു വയനാട്ടിലൊക്കെ ഭയങ്കര തണുപ്പാണ്. ഞാൻ ആര് പറഞ്ഞു? ഞാൻ വയനാട്ടിലെ MP ആയിരുന്ന ആളാണ്. ഞാൻ ഇപ്പോഴും അവിടെ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു തണുപ്പുമില്ല, നല്ല ചൂടാ. കോഴിക്കോട് ടൗണിലുള്ള ചൂട് തന്നെയാണ് വയനാട്ടിലുള്ളത്. അവിടെ നിങ്ങൾ പറയുന്ന ഒരു തണുപ്പില്ല, പോകാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അതിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, പിന്നോക്ക ജില്ലകളിൽ ഡോക്ടർമാർ സേവനം അനുഷ്ഠിക്കണം. എന്നാൽ ഒരു ഡോക്ടർ ഒരു ജില്ലയിൽ, ഇപ്പോൾ വയനാട്ടിൽ 15 വർഷമായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു, അവർക്ക് പുറത്ത് വേണമെന്നത് അത് ജെന്യൂൻ കേസാണ്, അത് ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ കഴിയുന്നതും MLA-മാരുടെയൊക്കെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അവരും ജനപ്രതിനിധികളാണല്ലോ. അപ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് ഒരു പ്രയോറിറ്റി സാധാരണ കൊടുക്കാറുണ്ട്. അത് മുന്നണി നോക്കിയിട്ടൊന്നുമല്ല, MLA-മാർ ആരാണോ നിർദ്ദേശിക്കുന്നത് അത് പരമാവധി നടത്തി കൊടുക്കാറുണ്ട്. ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സർക്കാർ ആശുപത്രികൾ ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അത് അറിഞ്ഞ ആടെ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കും. പക്ഷേ ഈ സർക്കാർ മേഖലയെ ഒന്ന് ചെറുതായി ദ്രോഹിക്കാൻ ഇപ്പൊ ചില സ്വകാര്യ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ബോർഡ് കാണുന്ന നിങ്ങൾക്ക് പരിചയമുള്ള ചില സ്വകാര്യ ആശുപത്രികൾ ഇന്ന് അവരുടെ കൈകളിലല്ല. അവരുടെ 60% ഷെയറുകൾ ചില അമേരിക്കൻ കമ്പനികളുടെ നിയന്ത്രണത്തിലാണ്. അതാണ് ഇത്തവണ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. നെയ്യാറ്റിൻകര ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു രോഗി മരണപ്പെട്ടു. സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിനെക്കുറിച്ച് അന്വേഷിച്ചു, വിശദമായി തന്നെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. അപ്പോൾ അവർ ആ രോഗിയുടെ ബന്ധുക്കൾ ഒറ്റ കാര്യം പറഞ്ഞില്ല, അവർ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. അവിടെ വാച്ച്മാൻ തടഞ്ഞു. അത് അങ്ങനെ കുറെ സമയം നഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ കയറാൻ പറ്റിയില്ല. വാച്ച്മാൻ ആദ്യം തന്നെ പുറത്താക്കി. പക്ഷേ ഡോക്ടർമാരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോയെന്ന് അറിയാൻ അഡീഷണൽ DHSനെയും അതുപോലെ തന്നെ ആ ജില്ലയുടെ DMO, അതുപോലെ തന്നെ മറ്റേ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്, മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ഇതിന് പുറമെ ആ ആശുപത്രിയുടെ സൂപ്രണ്ട്, 4 പേരോട് പറഞ്ഞു നിങ്ങൾ ഒരാഴ്ച കൊണ്ട് റിപ്പോർട്ട് തരണം. മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ പറഞ്ഞെന്താ അറിയാം, DMOനോട് 1 മാസം കഴിഞ്ഞ് റിപ്പോർട്ട് തന്നാൽ മതി. ഞാൻ പറഞ്ഞു പോരാ, ഉടൻ തരണം. പക്ഷെ ആ സംഭവം 2-3 ദിവസം പത്രങ്ങൾ എഴുതി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അതേ ദിവസം ഒരു സ്വകാര്യ ആശുപത്രിയിൽ 1.5 വയസ്സുള്ള ഒരു കുട്ടി മരണപ്പെട്ടു. ഞാൻ പത്രത്തിൽ ഒരു വരി പോലും ഞാൻ കണ്ടില്ല. അത് ഈ അമേരിക്കൻ കമ്പനിയുടെ ഷെയറുള്ള ആശുപത്രി. നിങ്ങൾക്ക് പേരൊക്കെ നിങ്ങൾക്ക് അറിയാൻ ഞാൻ പറയുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇന്നലെ വരെ നിങ്ങൾക്ക് പരിചയമുള്ള ആശുപത്രികളുടെ മാനേജ്മെന്റ് അല്ല ഇന്ന് യഥാർത്ഥത്തിലുള്ള മാനേജ്മെന്റുകൾ. അത് അമേരിക്കൻ കമ്പനിയുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ വലിയൊരു വിവാദം ഉണ്ടാകുന്നുണ്ട്. മറ്റേ നമ്മുടെ അദാനിയുടെ ഷെയർ വേറെ വിദേശ കമ്പനി കൊണ്ടുപോയല്ലോ 49%. ഇതൊക്കെ ആശുപത്രിയിലുണ്ട്. പക്ഷെ ഇവര് ആശുപത്രി നടത്തിക്കോട്ടെ, നമുക്ക് ഒരു പരാതിയില്ല. ഞാൻ പറഞ്ഞു ഗവൺമെന്റ് ആശുപത്രികളെ കൊണ്ട് മാത്രം ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റില്ല, സ്വകാര്യ ആശുപത്രികളിൽ സേവനം വേണം. പക്ഷേ എന്ന് വിചാരിച്ച് സർക്കാർ ആശുപത്രികളെ തകർക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയാൽ അത് അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല. അങ്ങനെ പേടിപ്പിച്ചാൽ ഞാൻ അങ്ങനെ പേടിക്കുന്ന ആളല്ല. നല്ല കാര്യത്തിനൊക്കെ അല്പം വാശിയാണ്, ചീത്ത കാര്യത്തിന് വാശി പാടില്ല. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ട്, എന്ത് വന്നാലും ഈ വകുപ്പിനെ ഒന്ന് നേരെയാക്കിയിട്ട് ഇറങ്ങിപ്പോകൂ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതിനെല്ലാവരും സഹകരിക്കണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹായം വേണം, ജനപ്രതിനിധികളുടെ സഹായം വേണം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം. അതോടൊപ്പം തന്നെ ശ്രീ പാറയ്ക്കൽ അബ്ദുള്ളയ്ക്ക് അദ്ദേഹം പ്രതിപക്ഷത്താണ് MLA ആയിരുന്നത് 2016 മുതൽ 2021 വരെ. ഞാനും അദ്ദേഹത്തിനോടൊപ്പം 3 കൊല്ലം ഉണ്ടായിരുന്നു. പിന്നീട് 2 വർഷം ഞാൻ MP-യും അത് MLA ആയിട്ട് ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പ്രവർത്തിച്ചു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യമാണ്, ഇതൊക്കെ സംഭവിക്കും. ചെറിയ വോട്ടിന് അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷേ അതിനേക്കാൾ എത്ര ഇരട്ടി വോട്ടിന് ഇത്തവണ അദ്ദേഹം വിജയിച്ചു വന്നു. ഇപ്പോൾ അദ്ദേഹം ഭരണകക്ഷിയുടെ MLA കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പിന്നെ ഒരു MLA സംബന്ധിച്ചൊരു ഭാഗ്യമുണ്ട്, പ്രതിപക്ഷത്തിരുന്നാലും ഭരണകക്ഷിയിലിരുന്നാലും
MLAക്ക് ചെലവഴിക്കാൻ 6 കോടിയുടെ ഫണ്ടുണ്ട്. അത് ഉള്ളിടത്തോളം കാലം എവിടെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. ഞാൻ MP ചെയ്യുന്നപ്പോൾ സ്ഥിതി നിങ്ങൾക്കറിയാം. ഇവിടെ വടകര ലോക്സഭയിൽ 46 പഞ്ചായത്തുകളും അതുപോലെ തന്നെ 6 മുനിസിപ്പാലിറ്റികളും ഉണ്ട്. ഇവിടെ 5 കോടി കൊണ്ട് വല്ലാവോ? അതേസമയത്ത് 8 പഞ്ചായത്തുള്ള പാറയ്ക്കയിൽ നിന്ന് ഇപ്പോൾ 6 കോടി കിട്ടാൻ പോവാണ്. അപ്പോ ഗവൺമെന്റിന്റെ സഹായം ഇല്ലാതെ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ആ സഹായം കൂടി ഉണ്ടെങ്കിലോ അതിലൊരുപാട് ചെയ്യാം. അതിനുള്ള ഒരു ആസ്ഥാനമായി ഈ ഓഫീസ് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഓഫീസ് നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.